ನಾನು ಮುಸ್ಲಿಂ ಅವ್ನು ಹಿಂದೂ ಕ್ರಿಶ್ಚಿಯನ್ ಅಂತೆಲ್ಲ ಚೊಂತು ಜಾತಿ ಧರ್ಮ ಅಂತ ಚೊಲ್ಲೋರು പേരിൽ എന്തൊക്കെ ഗലണ്ടാക്കിയിട്ടുള്ളാരോ അല്ലാഹു ആലം. ഏതൊരു മതത്തിലും ആ ധർമ്മത്തോട് കീഴായിട്ട് നോക്കണം, ഈ ധർമ്മത്തോട് കീഴായിട്ട് നോക്കുന്നുണ്ട് പടിപാട്ട വിഷയമേ ഇല്ല. അത് ഹിന്ദുലാവട്ടെ ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ഞങ്ങളാവട്ടെ ഇസ്ലാമിലായെങ്കിൽ ഏതിലും അവിടെ കീഴാക്കി നോക്കണം, ഇവിടെ കീഴാക്കി നോക്കുന്നുണ്ട്. ഏതൊരു ധർമ്മത്തിലും പടിപാട്ട വിഷയം അല്ല അത്. ആ ഒരു ടോപ്പിക് എടുത്തിട്ട് കുറെ ആളിട്ട് ഗലാട്ടാക്കിണ്ടേ ഉള്ള ഞങ്ങളെ യോഗേശ്വർ നോക്കും. അയാൾ എത്ര ചന്ത മുസ്ലിമീങ്ങളെ ബഹുമാനിച്ചോണ്ടുണ്ട്, എന്ത് ചന്തത്തിൽ ബഹുമാനിച്ചോണ്ട്. മുയാന്റെ പെരുന്നാൾ വന്നാകുമ്പോ അങ്ങക്ക് പേന്മായ ഡ്രസ് അയാൾ ആശ്രമത്തിലുള്ള ആ വയസ്സായ ആൾമാർ, ആ ആശ്രമത്തിൽ ഉഷാറില്ലാത്ത ആൾമാർ ഉഷാർ എന്നോ ഉള്ളാറ് അല്ലെ. അങ്ങനെ എത്ര ചന്തത്തിൽ ബഹുമാനിച്ചത് പെരുന്നാൾ ബന്ധം അങ്ങനെ തലകളെ തൊപ്പിയെല്ലാം വെച്ചത്. കാരണം അങ്ങ് മുസ്ലിം. ബട്ട് ഈ യോഗേശ് ചൊല്ലാണ് ഹിന്ദു. അയാളുടെ ജാതി ധർമ്മ എന്തും നോക്കിക്കൊണ്ടില്ല. അത്ര ചന്തത്തില് അങ്ങനെ എല്ലാവരും എന്താക്കിയോണ്ട് ബഹുമാനിച്ചോണ്ടും അങ്ങനെ ധർമ്മത്തിൽ അങ്ങ് എങ്ങനെ ഇക്കണം അങ്ങനെ ഇക്കട്ട് അങ്ക് പേന്മായ വ്യവസ്ഥയില് നാണ് കൊടുക്കാച്ചുള്ളൊരു നിർദ്ധാരം എടുത്തത് ആശ്രമം നടത്തിക്കൊണ്ടുള്ള ഞങ്ങൾ യോഗേശ്. ഇದ್ರ മൂന്നോളം യോഗേശ്വರ ವಿಷಯದಲ್ಲಿ ನಾನು ನಿಮಗೆ ഒരു വീഡിയോ ഇട്ടിരുന്നു ക്ലിപ്പ്. ആ വീഡിയോ കണ്ടത് യോഗേശ്വർക്ക് ഉസ്താദ് അവർക്ക് ഞങ്ങൾ ആശ്രമത്തിക്ക് ബറു എല്ലാരും നോക്കറുണ്ടല്ലോ ചൊന്തവർക്ക് വിസിറ്റിംഗ് ആകും ബിൽച്ചിന്ത് ഇൻഷാദവർക്ക് പോണ്ട. അപ്പൊ അങ്ങനത്തെ ആൾമാർ അതായത് ഏതൊരു ജാതി ധർമ്മം എന്തും നോക്കാണ്ട് നല്ല പോയുള്ളാറ് അതേ ഐതിക്ര ഈ കർണാടകത്തിലായെങ്കിൽ ഞങ്ങൾക്ക് ಬೇನಾಯ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഞങ്ങൾക്ക് പണ്ട ഈ ഭരണാധികാരി മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഏതും ഒരു താരതമ്യ വെക്കാണ്ട് എല്ലാരും ഒന്നേ ചൊല്ലുന്ന ഒരു തീരുമാനം എടുക്കുന്ന നല്ല ഒരു ഭരണാധികാരം അല്ലാഹു തആല ഞങ്ങൾക്ക് ഈ ഇന്ത്യക്ക് തന്നു അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.